ഫൈനൽ തന്നെയാണ് പത്രങ്ങളിലെമ്പാടും. ഒപ്പം തന്നെ മലയാള തിളക്കം, ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള തിളക്കം വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം ഈ പറഞ്ഞതുപോലെ ഫൈനൽ വാർത്തകൾ സംബന്ധിച്ച് നോക്കി ആദ്യം ഓടിച്ചു വരാം. കാരണം ഫൈനൽ ഒഡീസി എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത് മലയാള മനോരമ. അതിൽ തന്നെ മെസ്സിയെയും ഒപ്പം തന്നെ യമാലിനെയും നയിക്കുന്നൊരു പട തന്നെ കാണാം. അതിൽ തന്നെ രണ്ട് ടീമിൻ്റെയും സ്റ്റാറ്റസ് മുഴുവൻ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശീലകനാര്, ക്യാപ്റ്റനാര്, നേടിയ ഗോളുകൾ അർജൻറ്റീന 9, ടോപ്പ് സ്കോറർ മെസ്സി 8, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് മെസ്സി 4, വഴങ്ങിയ ഗോളുകൾ 5 തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടൊപ്പം തന്നെ സ്പെയിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ അവിടെ ക്യാപ്റ്റൻ റോഡ്രിയാണ്, ഉനായ് സിമോൺ ഗോൾ കീപ്പർ, നേടിയ ഗോൾ 13, വഴങ്ങിയ ഗോൾ ഇതുവരെ 1 മാത്രം തുടങ്ങിയ കണക്കുകളൊക്കെ തന്നെ, ആകെ പാസുകൾ 4592 തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് റോഡ്രിയുടെ പ്രതികരണമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ശക്തമായി പൊരുതുമെന്ന് മെസ്സി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫൈനലിൽ ഏത് പന്താണ് ഉപയോഗിക്കുക, ട്രയോണ്ട ഫൈനലിൽ ഉരുളും ട്രയോണ്ട ഫൈനൽ എന്ന കാര്യം കൂടി പന്തിനെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഒന്നാം പേജ് ഏതായാലും മലയാള മനോരമ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റു പത്രങ്ങളിലും ഏതാണ്ട് അതേ സാഹചര്യം തന്നെയാണ്. ദേശാഭിമാനിയുടെ തലക്കെട്ട് പന്തിൽ പാതിരാ സ്വപ്നം എന്നുള്ളതാണ്. രണ്ട് ടീമിലെയും ഏതാണ്ട് 5-6 താരങ്ങളെയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതായാലും ഒന്നാം പേജ് തയ്യാറാക്കിയിട്ടുള്ളത് ദേശാഭിമാനി. അവിടെ നിന്ന് മാധ്യമത്തിലേക്ക് വരുമ്പോഴും മുഴുവൻ പേജും മാധ്യമവും ലോകകപ്പിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ബോളാഗോളം എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സുപ്രഭാതം. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയുടെ മുഴുവൻ പേജും ഇതുപോലെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഫൈനലിനായി. അതിൽ തന്നെ ദ ഗ്രേറ്റ്ഫുൾ 2 എന്നാണ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അത് എന്തുകൊണ്ട് ആ തലക്കെട്ട് വന്നു എന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. ഹോളിവുഡ് സിനിമയായ ദി ഹെയ്റ്റ്ഫുൾ 8ൻ്റെ പോസ്റ്ററിനെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന കാര്യമാണ് ദീപിക പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമി 3 വാർത്തകളെ ഒന്നിച്ചാണ് തലക്കെട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന്, അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ബ്രഹ്മയുഗം എന്ന് തന്നെയാണ്. ഭ്രമിപ്പിച്ച മമ്മൂട്ടി, ദേശീയ പുരസ്കാരം 4ാം തവണ. ഒപ്പം തന്നെ മാനത്ത് വിക്രം 1, രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ്, ലോക ഫുട്ബോളിൽ ഇനി ആരുടെ യുഗം എന്ന് ചോദിച്ചുകൊണ്ട് യമാലിൻ്റെയും ഒപ്പം തന്നെ മെസ്സിയുടെയും ചിത്രം സഹിതമാണ് എന്തായാലും മാതൃഭൂമിയും ഒന്നാം പേജ് തയ്യാറാക്കിയിരിക്കുന്നത്.